അപ്പോൾ ലാഡർ എസ്റ്റേറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നേരെ പോവുകയാണ് നമ്മുടെ പരുന്തുംപാറയിലേക്ക്. കുട്ടിക്കാനം ടൗണിൽ നിന്ന് ഒരു 12 കിലോമീറ്ററും പാമ്പനാറിൽ നിന്നാണെങ്കിൽ ഒരു 7 കിലോമീറ്ററും, ഇനി അതല്ല നിങ്ങൾ തേക്കടി കുമളിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഒരു 25 കിലോമീറ്റർ ദൂരവുമുണ്ട് ഇവിടേക്ക്. അതായത് കുട്ടിക്കാനം കുമളി റോഡിൽ കല്ലാർ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു വേണം പരുന്തുംപാറയിലേക്ക് പോകാൻ. അപ്പം നമ്മളങ്ങനെ ഇപ്പോൾ പരുന്തുംപാറ വ്യൂ പോയിന്റിലെത്തി. വന്ന സമയത്ത് കോടയിൽ മൂടിക്കിടക്കുകയായിരുന്നെങ്കിലും എൻ്റെ വര പറഞ്ഞതോടെ കോടയൊക്കെ മാറി എനിക്ക് വേണ്ടി കാഴ്ചകൾ ഒരുക്കി തന്നു പ്രകൃതി. തിരക്ക് ഇന്ന് ഒരല്പം കുറവുണ്ട്. ശനി ഞായർ ദിവസങ്ങളിലാണെങ്കിൽ വൻ ജനത്തിരക്കായിരിക്കും ഇവിടെ. അപ്പോൾ ഇങ്ങനെയാണ് പരുന്തുംപാറയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നോക്കത്താ ദൂരത്തേക്ക് മലനിരകളും മലമടക്കുകളും അതിനിടയിലൂടെയുള്ള അരുവികളും വെള്ളച്ചാട്ടങ്ങളും മഞ്ഞും കാറ്റും മഴയും കാടും എല്ലാം കൂടി കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് മക്കളെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാ നോക്ക് നിങ്ങളങ്ങോട്ട്. നല്ല കാറ്റ് വീശുമ്പോൾ കോട ഇങ്ങനെ അപ്പൂപ്പൻ താടി പോലെ പാറി പറന്ന് പോകുന്നതുണ്ടല്ലോ, കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ചടപടേ എന്നാണ് ഇവിടെ മഞ്ഞും മഴയും വെയിലും ഒക്കെ മാറി മാറി വരുന്നത്. നമ്മൾ ആദ്യം വന്നപ്പോഴുള്ള ആ ഒരു വ്യൂ ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പം ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങി. ഇങ്ങ് ദൂരെ ആ മലമടക്കുകളിലൊക്കെ ഉണ്ടല്ലോ കോട നിപ്പുണ്ട്. ഈ അടുപ്പ് പോയിക്കുമ്പോൾ ചിമ്മിനിയിൽ നിന്നും പുക പോകുന്ന പോലെ. ഇനി അവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയാണോന്നും അറിയത്തില്ല. ഇതൊരു കൊക്കയാണ് കേട്ടോ. താഴേക്ക് കാണാൻ വീണ് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് സുരക്ഷാ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് എന്ന് കരുതി എല്ലാവരും കൂടി വന്ന് ഇതിൽ ചാരിയൊന്നും നിന്നേക്കരുത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചും കണ്ടും നോക്കിയൊക്കെ നിൽക്കുക. അപ്പോൾ നമ്മൾ പരുന്തുംപാറ എന്ന് പറഞ്ഞിട്ട് പരുന്തുംപാറ മാത്രം കണ്ടില്ല. നമ്മൾ ഇതുവരെ കണ്ടത് അതിന് ചുറ്റുമുള്ള അഗാധമായ കൊക്കുകളും മലനിരകളും ഒക്കെയാണ്. അപ്പോൾ നമുക്കിനി പരുന്തുംപാറ കാണാൻ പോയാലോ? അത് നമ്മൾ ആദ്യം നിന്ന് സ്ഥലത്ത് തന്നെ നിന്ന് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ഇത്തിരി കൂടി അടുത്ത് പോയിട്ട് അത് കാണാം. അതിനാദ്യം നമ്മൾ ഈ കുന്നിറങ്ങി അങ്ങ് താഴെ ചെല്ലണം. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ നിരങ്ങി താഴെ ചെല്ലും. അങ്ങനെതാ അങ്ങ് ദൂരെ ഏകാന്തനായി കൊക്കയിലേക്ക് ഇപ്പം ചാടുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ പാറയാണ് നമ്മുടെ പരുന്തുംപാറ. പരുന്തിൻ്റെ മുഖത്തോട് സാദൃശ്യം ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറയുമെങ്കിലും എനിക്കിതുവരെ അങ്ങനെ ഒരു സാദൃശ്യമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഇനി ഞാൻ നോക്കുന്ന ആംഗിൾ ചിലപ്പോൾ ശരിയല്ലായിരിക്കാം. എന്താണെങ്കിലും നമുക്ക് അവിടെ വരെ ചെന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടേച്ചും വരാം. നമ്മളിതാ അങ്ങ് മുകളിൽ നിന്നാണ് ഇറങ്ങി വന്നത്. ഇതെല്ലാം ഇനി തിരിച്ചു കയറണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അടുത്ത ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഈ പാറയുടെ അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഇവിടെ വരെയാണ് നമുക്ക് സേഫായിട്ട് വരാൻ പറ്റിയ സ്ഥലം. ഇനി അങ്ങോട്ടേക്കുള്ളത് ആ പാറയുടെ മുകളിലേക്കുള്ള വഴിയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരെ വന്ന് ആ പാറയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അങ്ങോട്ടേക്ക് ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരിക്കലും വലിഞ്ഞു കയറരുത്. അപകടമാണ്, നല്ല റിസ്ക്കാണ്. ഞാൻ ആ പാറയുടെ മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത്രയൊക്കെ ഡയലോഗ് അടിച്ചിട്ട് ഇവൻ എന്തിനാണ് പിന്നെ ഇവിടുന്ന് വലിഞ്ഞു കയറുന്നതെന്ന്. ഞാൻ ഒരുപാട് തവണ ഇതിന് മുകളിൽ കയറി ഒരു ചെറിയ എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ ധൈര്യത്തിലാണ് കയറുന്നത്. അതും അതീവ ശ്രദ്ധയോടും സൂക്ഷിച്ചുമാണ് കയറുന്നത്. അപ്പോൾ പാറയിലൂടെ പതുക്കെ താഴേക്ക് ഇറങ്ങി വേണം പോകാൻ. അങ്ങ് താഴെ നല്ല കുഴിയാണ്. ഈ പാറയിൽ കൂടി ഊർന്നിറങ്ങി അങ്ങ് എത്തിയിട്ട് വേണം ആ മെയിൻ പാറയിലേക്ക് കയറാൻ. ഇരുന്ന് പതുക്കെ നിരങ്ങി ഇറങ്ങാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. പേടിയുള്ളവർക്ക് അങ്ങനെ ഇറങ്ങാം, അല്ലെങ്കിൽ നടന്നു ഇറങ്ങാം. വീണതാണേ. അപ്പോൾ സൈഡിൽ കാണുന്ന ഈ ഒരു ചെറിയ നടപ്പാതയിലൂടെ അങ്ങ് നടന്നു പോകാം. കാല് തെറ്റിയാൽ താഴെ നിരങ്ങി പോവും. കുഴിയാണ്, അഗാധമായ കുഴിയാണ്. അങ്ങനെ നമ്മൾ താഴെ എത്തി. അങ്ങനെ ആ ടാസ്ക് കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ പരുന്തുംപാറയുടെ മുകളിലേക്ക് കയറേണ്ടത്. അത് വലിയ സീനില്ല, പടിപടിയായിട്ട് കിടക്കുകയാണ്. സൂക്ഷിച്ച് ചവിട്ടി കയറാം. അങ്ങനെ നമ്മൾ ആ മല ഇറങ്ങി ഈ മല കയറി. കൂടെയുള്ളവർ അള്ളിപ്പിടിച്ച് കയറി വരുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള 2 പേര് ഓൾറെഡി ഇവിടെ കയറി സ്ഥലം കയ്യേറ്റം നടത്തി. ഇവിടെ 4-5 പിള്ളേർ സെറ്റ് ഓൾറെഡി വന്നിരിപ്പുണ്ട് കേട്ടോ. അവർ അവിടെ ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കട്ടെ. നമുക്കതിന് പുറകിൽ നിന്ന് ആസ്വദിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കിയാലും അങ്ങ് മുകളിൽ നിന്ന് നോക്കിയാലും വ്യൂ എല്ലാം ഒരുപോലെയാണ് കേട്ടോ. ചുറ്റും മലനിരകൾക്ക് നടുവിൽ ഒരു കൊക്ക. സ്വർഗമാണോ നരകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിയാൽ സ്വർഗവും ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ നരകവും എന്നേ പറയാൻ പറ്റത്തുള്ളൂ.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് നോക്കത്താ ദൂരത്തോളം മലനിരകളാണ്. പല ലെയറുകളായിട്ട് ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ് കേട്ടോ, ഒരന്തവും കുന്തവും ഇല്ലാതെ. അതിനകത്തുകൂടിയൊക്കെ വെള്ളച്ചാട്ടവും അരുവികളും ഒക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല കാറ്റും വീശുന്നുണ്ട്. ഇവിടെ വന്നിങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് അതുപോലെ റിസ്ക് ആണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. കുറച്ചു നേരം നിന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇനി കുറച്ചു നേരം ഇരുന്ന് കാഴ്ച കാണാമെന്ന് കരുതി. അങ്ങനെ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് പ്രകൃതിയുടെ വികൃതിയും ലീലാവിലാസങ്ങളും കണ്ട് പാളിച്ചകൾ അനുഭവങ്ങളാക്കി പ്രകൃതിയെ നോക്കി കണ്ണും മിഴിച്ചനങ്ങാതെ കുറേ നേരം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് തിരിച്ചു പോകണമെന്നുള്ള ചിന്ത ഉടലെടുത്തത്. കണ്ട കാഴ്ചകളും വിസ്മയങ്ങളും ഒക്കെ അനുഭവ സമ്പത്തിൽ മുതൽക്കൂട്ടാക്കി ചേർത്ത് പിടിച്ച് പതുക്കെ മടങ്ങാൻ തുടങ്ങി. തിരിച്ചിറങ്ങിയപ്പോൾ ഈ ഇറങ്ങിയ കയറ്റങ്ങൾ മുഴുവൻ ഇനി തിരിച്ചു കയറണമല്ലോ എന്നോർത്ത് ഒരു നിമിഷം പകച്ചു നിന്നു കേട്ടോ. മഴ വരുന്നത് കൊണ്ടും കയ്യിൽ കുടയില്ലാത്തത് കൊണ്ടും ഇറങ്ങിയ വേഗത്തിൻ്റെ 10 മടങ്ങ് വേഗത്തിൽ തിരികെ കയറാൻ തുടങ്ങി. ഇനി മുന്നിലുള്ളത് കുത്തനെ കിടക്കുന്ന ഈ ഒരു പാറകഷ്ണമാണ്. ഒന്നും നോക്കിയില്ല, വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു കയറി. ഈ പാറയുടെ പുറത്തെല്ലാം വെട്ടുകൾ ഉള്ളതുകൊണ്ട് ചെറിയൊരു ഗ്രിപ്പൊക്കെ കിട്ടും കേട്ടോ. ചിലർ അള്ളിപ്പിടിച്ച് കയറുന്നു, ചിലർ നിരങ്ങി ഇറങ്ങുന്നു, ചിലർ ഓടിക്കയറുന്നു, ചിലർ ചാടി ഇറങ്ങുന്നു. അങ്ങനെ മലകയറ്റത്തിൻ്റെ പല വേർഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. മലകയറ്റത്തിൻ്റെ പല അവസ്ഥാന്തരങ്ങളും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഭയാനകമായ വേർഷൻ ഇത് ആദ്യ. അങ്ങനെ നമ്മൾ കുന്നും മലയും ഒക്കെ ചവിട്ടി കയറി തിരിച്ച് ഇനി മുകളിലെത്തി കേട്ടോ. ഇതാ അങ്ങ് കണ്ട ആ പാറയിലായിരുന്നു നമ്മൾ പോയത്. അങ്ങനെ അതും താണ്ടി നമ്മൾ ഇനി മുകളിൽ റോഡിലെത്തി. കച്ചവടക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ചായ, വട, ബജ്ജി, ഐസ്ക്രീം, വെള്ളം തുടങ്ങിയ എല്ലാ സ്റ്റാളുകളും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് പരുന്തുംപാറയുടെ വിശേഷങ്ങൾ. വളരെ മനോഹരമായിട്ടുള്ള ഒരു കുന്നും പ്രദേശമാണ് കേട്ടോ ഇത്. അടിപൊളി വ്യൂ ആണ്. ഒരു സൈഡിൽ മൊട്ടക്കുന്നുകളും മറു സൈഡിൽ മലനിരകളും നടുക്കു കൊക്കയും ഒക്കെ കൂടിയുള്ള ഈ ഒരു സ്ഥലമുണ്ടല്ലോ. ഒട്ടുമിക്ക എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളതായിരിക്കണം. വന്നിട്ടുള്ളവർ വീണ്ടും വരിക, വരാത്തവർ വേഗം വരിക. അധികം സാഹസങ്ങൾക്കൊന്നും നിൽക്കാതെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങിപ്പോവുക. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. ടിൽ ദെൻ ഗുഡ് ബൈ.